Good evening. Good evening. So first of all, welcome to Mallu Trader VSA. This live analysis only for education purpose. Okay. So നമ്മൾ നിഫ്റ്റി 50യുടെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ നമ്മൾ എല്ലാ വീക്കിലും നിഫ്റ്റി അനാലിസിസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ പ്രീവിയസ് അനാലിസിസുകളൊക്കെ ഓൾമോസ്റ്റ് റൈറ്റ് തന്നെയായിരുന്നു. ഓക്കെ, വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, സോ എനിവേ നമുക്ക് മന്ത്ലി ചാർട്ടിലേക്ക് മൂവ് ചെയ്യാം. മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ സെപ്റ്റംബർ മന്തിൽ ഒരു ഇൻവെർട്ടർ ഹാമർ, അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ബുള്ളിഷ് മൂവ്മെൻറ്റ് ഒക്ടോബറിൽ. സോ നവംബറിൽ ബുള്ളിഷ് മൂവ്മെൻറ്റ് ഇപ്പോഴും നിൽക്കുന്ന ഒരു റെസിസ്റ്റൻസ് ലെവലിൽ, ഇത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്. സോ നിഫ്റ്റി മന്ത്ലി ചാർട്ട് സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ ബൈ ഏരിയയിലേക്കാണ് മൂവ് ചെയ്യണത്. ഓക്കെ, ബട്ട് ഇതിൻ്റെ ഒരു ചാർട്ട് പാറ്റേൺ ബേസ് നോക്കുകയാണെങ്കിൽ സോ ഒരു ഡബിൾ ടോപ്പ് ഡൗണിനുള്ള ചാൻസ്, സോ ഇനി ഇങ്ങനെ ഒരു ഡൗണിനുള്ള ചാൻസ് ഉള്ളി ചാൻസ് ഉണ്ട്. ഓക്കെ, ഡബിൾ ടോപ്പ് ഡൗണിനുള്ള ചാൻസ്, അതായത് ഒരേ റെസിസ്റ്റൻസ് ലെവല്, ഇതിപ്പം സെക്കൻഡ് ടൈമിലാണ് ഈ റെസിസ്റ്റൻസ് ലെവൽ ടെസ്റ്റ് ചെയ്യണത്. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകും. ബട്ട് ട്രെൻഡ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് ട്രെൻഡിൽ തന്നെയാണ്. സോ നിഫ്റ്റി അതിൻ്റെ ആ ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെയാണ്. ലോവർ ഹൈ. സോ ഇവിടെ വന്നിട്ട് ഈ റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് വീണ്ടും ഒരു ഫോള്, എഗെയിൻ ലോവർ ഹൈ, വീണ്ടും ആ റെസിസ്റ്റൻസ് ലെവലിൽ നിൽക്കുകയാണ്. സോ ഒരു ഡബിൾ ടോപ്പ് ഡൗണിന്, അതായത് ചാർട്ട് പാറ്റേൺ ബേസ്, നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് അനാലിസിസിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുമാതിരി ഡബിൾ ടോപ്പ് ഡൗണിന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഗോൾഡ് മാർക്കറ്റ്, അങ്ങനെയുള്ള ഗോൾഡ് മാർക്കറ്റ്, അതുപോലെ എന്താണ് ബിറ്റ് കോയിന്, ഇതിലൊക്കെ നമ്മൾ കാണുന്ന മാതിരി ഒരു ഡബിൾ ടോപ്പ് ഡൗണിന് ഉള്ള ചാൻസ് മാത്രമാണ് പറയണത്. ഓക്കെ, സോ അതല്ലെന്നുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ചെറിയ ടൈം ഫ്രെയിമുകൾ നോക്കാം, ചെറിയ ടൈം ഫ്രെയിമുകളിലേക്ക് മാറാം. സോ മന്ത്ലി ബേസ് ഇതാണ് നമുക്കുള്ള അനാലിസിസ് തരാൻ പറ്റുന്നത്. സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ, RSI ലെവൽ നോക്കുമ്പോൾ ബുള്ളിഷ് മൂവ്മെൻറ്റ്, അതായത് ബൈ ഏരിയയിലേക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ന്യൂ ബൈയിങ് എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി ചാർട്ട് നമുക്ക് നോക്കുമ്പോൾ പുതിയ ബൈയിങ് എവിഡൻസുകളൊന്നും ആയിട്ട് പറയാനില്ല. ഈ ഒരു ക്യാൻഡിൽ, അതായത് സെപ്റ്റംബറിലെ ക്യാൻഡിൽ ഷോസ് എ ക്ലിയർ ബൈയിങ് എവിഡൻസ്, ബിക്കോസ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇൻവെർട്ടർ ഹാമർ ആയിരുന്നു. ഓക്കെ, അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് മന്തിൽ ബുള്ളിഷ് മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ, വെയിറ്റ് ചെയ്യും. അത് അപ്പർ വിക്കോ ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. യെസ്, അപ്പർ വിക്കോട് കൂടിയുള്ള മൂവ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, സോ ഇനി നമുക്ക് വീക്ക്ലി അനാലിസിസ് നോക്കാം. ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച അനാലിസിസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോള്, സപ്പോർട്ട് ലെവലുകളാണ് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ട് നമുക്ക് നോക്കുമ്പോൾ there is a buying evidence, ഇതായിരുന്നു ബൈയിങ് എവിഡൻസ്. ആ ബൈയിങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്ത് ബുള്ളിഷ് മൂവ്മെൻറ്റ്. ഓക്കെ, സോ ഓൾമോസ്റ്റിൽ അതിൻ്റെ ട്രെൻഡ് വൈസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ട്രെൻഡ് വൈസ് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്, സോ ലോവർ ഹൈ ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ബുള്ളിഷ് മൂവ്മെൻറ്റ്, അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിലേക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ സെക്കൻഡ് ടൈം ടെസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, സോ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുള്ളിഷ് മൂവ്മെൻറ്റ്. സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ, RSI ലെവൽ നോക്കാം. RSI ലെവൽ നോക്കുമ്പോഴത്തേക്ക് ഓവർബ്രോട്ട് കണ്ടീഷനിലേക്ക് മൂവ് ചെയ്യാണ്. 99%. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഒരു ഓവർബ്രോട്ട് കണ്ടീഷനിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ പ്രീവിയസ് 3 വീക്ക് എന്ന് പറഞ്ഞാൽ ക്ലിയർ ബുള്ളിഷ് മൂവിങ് ആയിരുന്നു. സോ ഇനി ഈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യണം,
ആ റെസിസ്റ്റൻസ് ലെവൽ, അതായത് പ്രീവിയസ് നമ്മൾ മന്ത്ലി ചാർട്ടിൽ കണ്ട അതേ റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് തന്നെ എന്ത് ചെയ്തേക്കാണ്, റിജക്റ്റ് ചെയ്തേക്കാണ്. പ്രീവിയസ്ലി ഈ ഒരു ലെവലിൽ വരെ വന്നതാണ്. ഓക്കെ, സോ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ടുള്ള മൂവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, പുതിയ ബൈങ് എവിഡൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് എവിഡൻസ് എന്ന് പറയാനായിട്ടുള്ളത് ഈ ഒരു എവിഡൻസ് തന്നെയാണ്. ഓക്കെ, പ്രീവിയസ് ബുള്ളിഷ് എവിഡൻസ്, വീക്ക്ലി അനാലിസിസ്. ഓക്കെ, ഇനി നമുക്ക് ഡെയിലി അനാലിസിസ് മൂവ് ചെയ്യാം. ഡേ ക്യാൻഡിൽ നോക്കുമ്പോഴത്തേക്ക് ഡേ ക്യാൻഡിൽ അതായത് നവംബർ 19 ക്ലിയർ ബുള്ളിഷ് എവിഡൻസ് തന്നിട്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. 20 മൂവ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം വിത്തൗട്ട് എവിഡൻസിൽ 3 ഡേയ്സിൽ ഒരു ഫോള്. സോ അതിനുശേഷം ഈ എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ്. ഓക്കെ, സോ അതാണ് വെനസ്ഡേയിൽ ഉണ്ടായത്. സോ ഫ്രൈഡേയിൽ ക്യാൻഡിൽ എന്തായിരിക്കുന്നത് ആസ് എ നോ സപ്ലൈ ക്യാൻഡിലായിട്ടാണ്. ദാറ്റ് മീൻസ് നെക്സ്റ്റ് വീക്ക് മൺഡേയിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസാണ് കാണിക്കുന്നത്. ഓക്കെ, സോ അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിന്നാണ് ഫോളോ വന്നിരിക്കുന്നത്. സോ ആ റെസിസ്റ്റൻസ് ലെവലിലേക്ക് വീണ്ടും ഉയർന്നു വരാനുള്ള ചാൻസ്. ഓക്കെ, സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ, ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ, ഡേ ചാർട്ടിൽ സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നല്ല ബൈ ഏരിയയിലേക്കാണ് മൂവ് ചെയ്യണത്. ഓക്കെ, ബുള്ളിഷ് മൂവ്മെൻറ്റ്. ഓക്കെ, സോ ഇവിടെ ഒരു എം ഫോൾ നമ്മൾ അന്ന് പ്രഡിക്റ്റ് ചെയ്ത എം ഫോൾ ആയിരുന്നു, അത് സംഭവിച്ചായിരുന്നു, ഈ ഒരു എം ഫോൾ. ഓക്കെ, സോ അതിനുശേഷം ഈ മൂവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ഹൈ ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, സോ ഇതാണ് ബേസ്ഡ് ഓൺ ഡേ ചാർട്ട് അനാലിസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് 4 ഹവറിലേക്ക് മാറാം. 4 ഹവറിൽ നോക്കുമ്പോൾ സെല്ലിംഗ് എവിഡൻസ് റെസ്പെക്റ്റ് ചെയ്ത് ഫോള്. ഓക്കെ, സോ അതിനുശേഷം ഇപ്പോഴും നിലവിൽ പുതിയ ന്യൂ ബൈയിങ് എവിഡൻസോ ന്യൂ സെല്ലിംഗ് എവിഡൻസോ ഒന്നും തന്നെ ഇല്ല. ദർ ഈസ് നോ ന്യൂ ബൈയിങ് എവിഡൻസ് ഓർ ന്യൂ സെല്ലിംഗ് എവിഡൻസ്. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഓക്കെ, സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോഴത്തേക്ക് ബൈ ഏരിയയിലൊക്കെ ഉള്ള മൂവ്മെൻ്റ് ആണ്. അതായത് ഫ്രൈഡേയിലെ ലാസ്റ്റ് 4 ഹവറിലെ ക്യാൻഡിൽ എൻഡായിരിക്കുന്നത് ആസ് എ നോ സപ്ലൈ ക്യാൻഡിലായിട്ടാണ്. ദാറ്റ് മീൻസ് നെക്സ്റ്റ് ഡേയിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസ് ഹൈ ആണ്. ഓക്കെ, വൺ ഡേയിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസ് ഹൈ ആണ്. സോ 2 ഹവറിലേക്ക് വരുമ്പോൾ 2 ഹവറിൽ സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്, അതിനെ റെസ്പെക്റ്റ് ചെയ്ത് ഫോൾ ആയിട്ടുണ്ട്. 2 ഹവറിൽ ക്ലിയർ സെല്ലിംഗ് എവിഡൻസ്, റെസ്പെക്റ്റഡ് ഫോളോ. ഓക്കെ, സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ സെൽ ഏരിയയിലേക്ക് മൂവ് ചെയ്തതാണ്. ഓക്കെ, സോ അതായത് ഇപ്പോഴും ഈ ഒരു സപ്പോർട്ട് ലെവലാണ്. സോ ഇവിടെ ഒരു സപ്പോർട്ട് ലെവലുണ്ട്, നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആ ബ്ലൂ ലൈൻ ഞാൻ ഇട്ടിരിക്കുന്നത്. സോ ബുള്ളിഷ് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ, അതായത് പ്രീവിയസ് ക്യാൻഡിൽ
2 hourലെ പ്രീവിയസ് ക്യാൻഡിൽ എൻഡ് ചെയ്തിരിക്കുന്നത് നോ ഡിമാൻഡ് ക്യാൻഡിലായിട്ടാണ്. സോ അങ്ങനെയാണെങ്കിൽ ബേസ്ഡ് ഓൺ 2 hourൽ സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്. സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്ത് ഫോള് വന്നാൽ ഈ ഒരു ലെവൽ വരെ 26,180, അതിനുശേഷം 26,138 ആ ഒരു ലെവലിലേക്ക് ഫോളോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് സപ്പോർട്ട് ലെവലാണ് ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, 2 hour ബേസ് ചെയ്തിട്ട്. സോ 1 hourലേക്ക് വരുമ്പോൾ 1 hourൽ ക്യാൻഡിൽ എൻഡ് ആയിരിക്കുന്നത് വിത്ത് എ ക്ലിയർ ബൈയിങ് എവിഡൻസോട് കൂടിയാണ്. ഓക്കെ, ക്ലിയർ ബുള്ളിഷ് എവിഡൻസ് 1 hourൽ. സോ കണ്ടോ, അതായത് ഫ്രൈഡേയിൽ ലാസ്റ്റ് 1 hourൽ ക്യാൻഡിൽ എൻഡ് ആയിരിക്കുന്നത് വിത്ത് എ ക്ലിയർ ബുള്ളിഷ് എവിഡൻസോട് കൂടിയാണ്. സ്റ്റോക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ കണ്ടോ, ഓവർസോൾഡ് കണ്ടീഷനിലാണ്. ഓവർസോൾഡ് കണ്ടീഷനിലായതുകൊണ്ട് അത് തിരിച്ച് ഇനി അവിടുന്ന് റീട്രേസ്മെൻറ്റിനുള്ള ചാൻസാണ് ഹൈ 1 hour ബേസ് ചെയ്തിട്ട്. ഓക്കെ, കണ്ടല്ലോ, 1 hour ബേസ് ചെയ്ത് ഇനി ഒരു റീട്രേസ്മെൻറ്റിനുള്ള ചാൻസാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സോ നിഫ്റ്റി 50യിൽ വരാൻ പോകുന്ന മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സോ മേ ബി എ ഡബ്ല്യു അപ്പ് വീണ്ടും ഈ ലെവലിലേക്ക്. ഓക്കെ, സോ ഫസ്റ്റ് സപ്ലൈ ലെവൽ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ലെവലിലേക്ക് കയറും 1 hour ബേസ് ചെയ്തിട്ട്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് സപ്ലൈ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ. ഓക്കെ, സോ ഇതിനുള്ള ചാൻസും ഉണ്ട്. 1 hour ബേസ് ചെയ്തിട്ട് ക്ലിയർ ബുള്ളിഷ് എവിഡൻസ് ഉണ്ട്. ഓക്കെ, സോ 30 മിനിറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ 30 മിനിറ്റിൽ ലാസ്റ്റ് ക്യാൻഡിൽ എൻഡ് ആസ് എ ബുള്ളിഷ് എവിഡൻസ്. നോ എവിഡൻസ്. ഓക്കെ, അതായത് 1 hourൽ ലാസ്റ്റ് ക്യാൻഡിൽ എൻഡ് ആയിരിക്കുന്നത് ആസ് എ ബുള്ളിഷ് എവിഡൻസോട് കൂടിയാണ്. സോ ദാറ്റ് മീൻസ് നെക്സ്റ്റ് ഡേയിൽ അതായത് അടുത്ത 1 hour മൺഡേ മാർക്കറ്റ് ഓപ്പണായി ഒരു 1 hourൽ ഈ ഒരു ബുള്ളിഷ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരും. ഓക്കെ, അതായത് ഒരു ഫോള് വന്നാൽ തന്നെയും ഈ ഒരു ബുള്ളിഷ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്ത് അത് മുകളിലോട്ട് വന്നിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കണക്കൊരു പാറ്റേൺ മേക്ക് ചെയ്യാനുള്ള ചാൻസാണ് ഉള്ളത്. അതാണ് പറഞ്ഞത്. അപ്പം വീണ്ടും ഈ ഒരു ലെവലിലേക്ക് ഉയർന്നു വരും നിഫ്റ്റി 50. ഓക്കെ, സോ ലാസ്റ്റ് 1 hourൽ ക്യാൻഡിൽ ഫ്രൈഡേയിൽ എൻഡായിരിക്കുന്നത് വിത്ത് എ ബുള്ളിഷ് എവിഡൻസോട് കൂടിയാണ്. ഓക്കെ, ഇനി 30 മിനിറ്റിലേക്ക് നമുക്ക് നോക്കാം. 30 മിനിറ്റിൽ അനാലിസിസ് ചെയ്യുമ്പോൾ 30 മിനിറ്റിൽ ദെയർ ഈസ് നോ ന്യൂ ബൈയിങ് എവിഡൻസ്, അതായത് ബുള്ളിഷ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. ബട്ട് പാറ്റേൺ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു ഡബ്ല്യു അപ്പിനുള്ള ചാൻസ് ഉണ്ട്. അവിടെ സെല്ലിംഗ് എവിഡൻസ് എന്ന് പറയാനായിട്ട് വിത്തൗട്ട് എവിഡൻസ് ഓക്കെ, എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. ഈ ഒരു ക്യാൻഡിൽ എവിഡൻസോട് കൂടി തന്നെയാണ് ഫോളോ ചെയ്തത്. അതിനുശേഷം വീണ്ടും ഒരു അപ്പ് ഉണ്ടായി. ബട്ട് അവിടെ ബൈയിങ് എവിഡൻസ് ഒന്നും തരാണ്ടുള്ള ബുള്ളിഷ് അപ്പായിരുന്നു. സോ അതിനുശേഷം പിന്നെയും ഫോളോ ചെയ്തു. ഇങ്ങനെയാണ് 30 മിനിറ്റിൽ ചാർട്ട് എൻ്റെ സ്ട്രാറ്റജിയിൽ അനാലിസിസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, 15 മിനിറ്റ് അതായത് സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ 30 മിനിറ്റിലെ ഇതെന്ന് പറഞ്ഞാൽ 30 മിനിറ്റിൽ ഓവർസോൾഡ് കണ്ടീഷനിൽ നിന്ന് റീട്രേസ്മെൻറ്റിൽ നിൽക്കുകയാണ്. കണ്ടോ, അതുകൊണ്ട് ഇത് മുകളിലോട്ട് കയറി വരാനുള്ള ചാൻസാണ് 30 മിനിറ്റിൽ കാണിക്കുന്നത്. ഓക്കെ, സോ ഇനി 15 മിനിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് 15 മിനിറ്റ് കൂടി മാത്രമേ നമ്മൾ അനാലിസിസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, 15 മിനിറ്റ് ആവശ്യമുള്ളതല്ല. 15 മിനിറ്റ് നോക്കുമ്പോഴത്തേക്ക് ക്ലൈമറ്റിക് ആക്ഷൻ നല്ല ബുള്ളിഷ് ക്ലൈമറ്റിക് ആക്ഷൻ കാണിക്കുന്നു. കാരണം നോക്കാം, കാരണം ഒരു ഓവർസോൾഡ് കണ്ടീഷനിൽ നിന്നുള്ള റിജക്ഷൻ. ഓക്കെ, സോ ഇതാണ് നിഫ്റ്റി 50യിൽ ഒരു നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് ചാർട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. ബേസ്ഡ് ഓൺ ചാർട്ട് അനാലിസിസ് ഇവിടെ ഒരു പ്രീവിയസ് സെല്ലിംഗ് എവിഡൻസ്, സോ ആ സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഫോളോ ആയി. ഓക്കെ, ഫോളോ വന്നിട്ടുണ്ട്. ഓക്കെ,
സോ അപ്പോൾ അതുകൊണ്ട് അത് വെയിറ്റ് ചെയ്യണ്ട. ഓക്കെ. സോ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിന്നാണ് നേരത്തെ ഫോളോ ചെയ്തത് 26,303 ലെവൽ. അവിടേക്ക് തന്നെ വീണ്ടും ഉയരാനുള്ള ചാൻസാണ് കാണിക്കുന്നത്. ഓക്കെ. സോ ഇതാണ് നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് നിഫ്റ്റിയിൽ ഒരു അനാലിസിസ് തരാനുള്ളത്. സോ ഇനി നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിഫ്റ്റി അഫക്റ്റ് ചെയ്യുന്ന മേജർ ഫണ്ടമെൻ്റലുകൾ, നെക്സ്റ്റ് വീക്കിലേക്കുള്ള മേജർ ഫണ്ടമെൻ്റൽ. സോ മൺഡേ 10:30 ഒരു ഡേറ്റ റിലീസ് ഉണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റിൽ അഫക്റ്റ് ചെയ്യും. ഓക്കെ. HSBC മാനുഫാക്ചറിങ് PMI ഫൈനൽ. ഓക്കെ. സോ അതോടൊപ്പം തന്നെ അന്നത്തെ ദിവസം 4 മണിക്ക് മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇതിൻ്റെ ഡേറ്റ റിലീസ് ഉണ്ട്. സോ അത് നെക്സ്റ്റ് ഡേയിൽ അഫക്റ്റ് ചെയ്യും. ഓക്കെ. ട്യൂസ്ഡേയിൽ RBI ബോറോയിങ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. വെനസ്ഡേയിലും 10:30 ഫണ്ടമെൻ്റൽ ഉണ്ട്. ഓക്കെ. അതായത് വെനസ്ഡേയിലും ഇന്ത്യ മാർക്കറ്റിൽ, അതായത് നിഫ്റ്റി അഫക്റ്റ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ ഡേറ്റ റിലീസുകളുണ്ട്. പിന്നെ ഉള്ളത് തേഴ്സ്ഡേയിലൊന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ ഉള്ളത് ഫ്രൈഡേയിലാണ്. ഫ്രൈഡേയിലും അതായത് മാർക്കറ്റ് ഓപ്പണിംഗ് സമയത്ത് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാഷ് റിസർവ് റേഷ്യോ എന്നൊക്കെ ഉള്ളത്. ഓക്കെ. സോ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അത് 5 മണിക്ക് ശേഷമായിരിക്കും. അത് അടുത്ത ആഴ്ചയെ അഫക്റ്റ് ചെയ്യത്തുള്ളൂ. ബട്ട് ഈ 2 ഡേറ്റ ഫ്രൈഡേ റിലീസ് ആവുന്നത് മാർക്കറ്റിൽ അഫക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. സോ ഇത്രയാണ് നമുക്ക് നിഫ്റ്റിയിൽ ഒരു അനാലിസിസ് തരാൻ പറ്റുന്നത് നെക്സ്റ്റ് വീക്കിലേക്ക്. ഓക്കെ. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് യു ക്യാൻ പ്ലാൻ. ഓക്കെ. സോ ഇത് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് റിലേറ്റഡ് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന എന്തെങ്കിലും ഷെയർസിൻ്റെ അനാലിസിസ് ചെയ്യണമെങ്കിൽ അത് നോക്കാം. ഓക്കെ. നോ ഇഷ്യൂ. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കയറി നോക്കാം. ഇപ്പോഴും ലൈവിൽ തന്നെ നോക്കാം. ഓക്കെ. സോ നമ്മൾ ഇതിൽ നിഫ്റ്റിയിൽ ഒരു ലൈവ് പരിപാടികളൊന്നും ചെയ്യാറില്ല. പുള്ളി വീക്കിലി അനാലിസിസ് മാത്രമാണ് ചെയ്യുന്നത്. സോ നമ്മൾ അനാലിസിസ് വർക്കൗട്ട് ആവുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ അന്ന്, അതായത് കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പേ ഈ വരച്ചിട്ട ഈ M4 അത് കറക്റ്റായിട്ട് അങ്ങനെ ഉണ്ടായി. ഓക്കെ. ഒരു ഡബിൾ ടോപ്പ് ഡൗൺ. ഓക്കെ. സോ അതുകൊണ്ട് നമ്മൾ ഈ ലൈവ് ഒരു 3 മിനിറ്റിനുള്ളിൽ എൻഡ് ചെയ്യുകയാണ്. സോ ഇതായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. സി മാർക്കറ്റ് മൺഡേയിൽ ഗ്യാപ്പിൽ ഓപ്പൺ ആവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ലെവലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഗ്യാപ്പിൽ ഓപ്പൺ ആവാനുള്ള ചാൻസ് എനിക്ക് അത്ര പറയാൻ പറ്റുന്നില്ല. സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലാണിത്. ഓക്കെ. ഗ്യാപ്പിൽ ഫോളോ ചെയ്തിട്ട് കയറി വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. സോ എനിവേ നമ്മൾ ഈ ലൈവ് അതായത് വിത്തിൻ 2 മിനിറ്റ്സ് നമ്മൾ ഇത് എൻഡ് ചെയ്യുകയാണ്. സോ ലൈവിൻ്റെ കോപ്പി വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് അതിൽ കയറി നോക്കിയാൽ മതി.
Okay. So thank you for watching. Okay.